ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു പ്ലേസ് വരെ പോവാണ്. അതിന് മുന്നേ നമുക്കൊരു ലോക്ക് മേടിക്കാനുണ്ട്. ഈ ലോക്ക് എന്തിനാന്നുള്ളത് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മൾ ആ ലോക്കും മേടിച്ചു. പിന്നെ മോനൊരു കാറ് വേണമെന്ന് പറഞ്ഞിട്ട് അതും എടുത്തിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് അൽക്കവനീജിലുള്ള ലാസ്റ്റ് എക്സിറ്റിലാണ്. വലിയൊരു ഏരിയ ആണ് കേട്ടോ. പോവുകയാണെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ പോകണം. അപ്പോൾ നമുക്ക് ഡേ ടൈമിലുള്ള വ്യൂവും നൈറ്റുള്ള വ്യൂ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് നൈറ്റിലായിരുന്നു. അൽക്കവനീജ് വാക്ക് സൗത്ത് കാർ പാർക്കിലുള്ള എൻട്രൻസ് വഴിയാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടാണ് നമ്മൾ ആ സ്പോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ എത്തിയത് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ കാണാൻ. ഇവിടേക്ക് നമുക്ക് പാർക്കിംഗ് ഫീ എൻട്രി ഫീ ഒന്നും വരുന്നില്ല. പിന്നെ ലാസ്റ്റ് എക്സിറ്റിൻ്റെ ഹൈലൈറ്റ് ആണ് ഈ പ്രോമിസ് ബ്രിഡ്ജ്. പാരീസിലുള്ള ലവ് ലോക്ക് ബ്രിഡ്ജിൻ്റെ ഒരു മിനി വേർഷനാണ് കേട്ടോ ഈ പ്രോമിസ് ബ്രിഡ്ജ്. നമുക്ക് ഇവിടെയൊക്കെ കുറേ ലോക്ക് കാണാൻ പറ്റും. ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്ന ആളുകൾ ഒരു ലോക്കിൽ അവരുടെ പേര് എഴുതിയിട്ട് കീ ആ റിവറിൽ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലവ് എന്ന് ലാസ്റ്റ് ചെയ്യുന്ന കേട്ടോ. സ്നേഹം എന്നും നിലനിൽക്കുന്നതാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ ആ കൊണ്ടുപോയ ലോക്കിൽ നമ്മളുടെ പേര് എഴുതിയിട്ട് അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ റിവറിൽ അതിൻ്റെ കീ കളഞ്ഞു. നമുക്ക് ഒന്നുകിൽ മേടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 10 dirhams എന്തോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായി. ചുമ്മാ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ രസത്തിന് ചെയ്തതാണ്. അങ്ങനെയാണ് വിശ്വാസം എന്നാണ് കേൾക്കുന്നത്. ഇവിടുത്തെ ലേക്കൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാട്ടോ. പക്ഷേ കണ്ടിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം വലുതുമാണ്. ഇതുപോലത്തെ 2 ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. 2 ഗ്രില്ലിലും നിറയെ ലോക്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ച കൂടിയാണ്. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. മൊത്തത്തിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഫുഡ് കഴിക്കാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കാനും പറ്റിയ കുറേ സ്പോട്ടൊക്കെ ഉണ്ട്. ഒരു ഓപ്പൺ സ്പേസ് പോലെ കുറച്ചൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെയുള്ള വേറൊരു സ്പോട്ടിലാണ് നമ്മൾ പോകുന്നത്. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആർച്ച് പോലെ ബോഗൻവില്ല എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇരിക്കാനും കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കണ്ടപ്പോൾ നൈറ്റാണ് കൂടുതലായിട്ട് ഭംഗിയുള്ളതായിട്ട് തോന്നുന്നത്. ഒരു ഗോൾഡൻ ഷെയ്ഡാണ് എല്ലായിടവും കാണുന്നത്. പിന്നെ നമ്മൾ പോയപ്പോൾ നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് പോരേണ്ടി വന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.